നമ്മളൊരു ഫംഗ്ഷന് പോവുകയാണെന്ന് കരുതുക. നമ്മൾ പോകുന്നത് നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ്. ഫംഗ്ഷൻ അവിടെ പോയി നമ്മൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് അബദ്ധവശാൽ നമ്മുടെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നും ഭക്ഷണം അറിയാതെ കൈ തട്ടി മറിഞ്ഞു. ഭക്ഷണം വെള്ളമോ ഭക്ഷണമോ എന്തോ ആവാം, അത് അബദ്ധവശാൽ കൈതട്ടി മറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ സുഹൃത്തുക്കളോട് റിയാക്ട് ചെയ്യുക? നമ്മൾ അവരെ സഹായിക്കും, അവരുടെ വസ്ത്രം മാറാൻ സഹായിക്കും, വല്ലതും പറ്റിയോ എന്ന് നമ്മൾ അവരോട് ചോദിക്കും, അവരുടെ വസ്ത്രത്തിലായ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാറ്റാൻ, അത് നീക്കാൻ, വെള്ളമായിട്ടുണ്ടെങ്കിൽ വസ്ത്രം മാറാനൊക്കെ നമ്മൾ അവരെ സഹായിക്കും. ഇനി ഇതേ സ്ഥാനത്ത് നമ്മൾ നമ്മുടെ കുട്ടികളെ സങ്കല്പിക്കുക. നമ്മൾ ഇതേപോലെ നമ്മുടെ റിലേറ്റീവ്സിൻ്റെ മറ്റോ നമ്മളൊരു ഫംഗ്ഷന് പോകുന്നു, നമ്മുടെ കുട്ടിയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. ഈ സമയത്ത് കുട്ടിയുടെ കയ്യിൽ നിന്നാണ് ഭക്ഷണം ഇതുപോലെ അബദ്ധവശാൽ നിലത്താകുന്നത്, അതല്ലെങ്കിൽ തട്ടിമറിയുന്നത്. നമ്മളെങ്ങനെയാണ് കുട്ടികളോട് റിയാക്ട് ചെയ്യുക? മിക്ക പാരൻസും റിയാക്ട് ചെയ്യുന്നത് അവരോട് വളരെ ഷൗട്ട് ചെയ്തിട്ട്, ഇതിനാണോ ഞാൻ കൊണ്ടുവന്നത്, ശ്രദ്ധിക്കണ്ടേ, ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണ്ടേ, ശരീരത്തിൽ അപ്പടി ചീത്തയായി, വസ്ത്രത്തിൽ മൊത്തം ചീത്തയായി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുട്ടികളെ വളരെ ഷൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികളോട് പെരുമാറുന്നത്. രണ്ടും ഒരേ സിറ്റുവേഷനാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ സുഹൃത്തുക്കളോട് പെരുമാറിയതുപോലെ എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കുട്ടിയോട് നമുക്ക് പെരുമാറാൻ കഴിയാതിരുന്നത്? സംഭവിച്ചിരിക്കുന്നത് രണ്ടും ഒരേ സംഭവമാണ്, പക്ഷെ നമ്മൾ റിയാക്ട് ചെയ്തിരിക്കുന്നത് രണ്ട് തരത്തിലാണ്. അപ്പോൾ ആരാണ് നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ ചെയ്യാത്ത, അവനോട് നമ്മൾ ഷൗട്ട് ചെയ്യാത്ത രൂപത്തിൽ നമ്മുടെ കുട്ടിയെ നമ്മൾ പരിഗണിക്കേണ്ടതിന് പകരം കുട്ടിയോട് എങ്ങനെ ഷൗട്ട് ചെയ്യാൻ, ഇതിന് നമുക്ക് ആരാണ് നമുക്കൊരു അധികാരം നമുക്ക് തന്നത്? നമ്മൾ മിക്ക പേരൻസും ചിന്തിക്കാത്തൊരു സംഖ്യ, ആരാണ് നമുക്ക് അധികാരം തന്നത്? നമ്മൾ ചെയ്യണം. നമ്മുടെ സുഹൃത്തിനെ സംബന്ധിച്ച് സുഹൃത്ത് മനഃപൂർവ്വമായിരിക്കില്ല, വളരെ യാദൃശ്യമായി സംഭവിച്ചതാണ്. ഇതേപോലെ തന്നെയാണ് കുട്ടിയുടെ അടുക്കുന്നും യാദൃശ്യമായി സംഭവിച്ചതാണെന്ന് മനസ്സിലാക്കാനും അവനെ സഹായിക്കാനും, അവൻ അകപ്പെട്ടിരിക്കുന്ന ആ ഒരു സമയത്ത്, ആ ഒരു ബുദ്ധിമുട്ട്, ആ സമയത്ത് നമുക്കറിയാം, നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോയിരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന മാനസികമായ ഒരു സംഘർഷം, ഇത്തരം അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷങ്ങളിൽ നമ്മൾ നമ്മുടെ സുഹൃത്തിനെ സഹായിച്ചതുപോലെ നമുക്ക് നമ്മുടെ കുട്ടികളെ സഹായിക്കാനാവുന്നില്ല. മിക്ക പേരൻസിൻ്റെയും പരാജയതാണ്. ഇത്തരം ചെറിയ ഇൻസിഡൻറ്റ്, നമ്മൾ വളരെ നിസ്സാരമായി കാണുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ഇത്തരം ഇൻസിഡൻസ്, നമ്മുടെ ഈ നെഗറ്റീവ് പെരുമാറ്റങ്ങളാണ് മിക്കപ്പോഴും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ വില്ലനാവുന്നത്. നമ്മൾ അവരോട് എത്ര സോഫ്റ്റായിട്ട് നമ്മുടെ സുഹൃത്തിനെ കണ്ടതുപോലെ അവർ റെസ്പെക്റ്റ് ചെയ്തതുപോലെ തന്നെ നമ്മുടെ കുട്ടിയെ കാണാനും അവർ റെസ്പെക്റ്റ് ചെയ്യാനും നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ശീലിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വരും ഭാവിയിൽ അവരുടെ കുട്ടികളോടും, അതല്ലെങ്കിൽ അവർ ഇത്തരം സംഭവം വേറെ എവിടെ ഉണ്ടായിക്കഴിഞ്ഞാലും അവരും ഈ രൂപത്തിൽ തന്നെ കുട്ടികൾ മറ്റുള്ളവരോട് റിയാക്ട് ചെയ്യാൻ അവർ പഠിക്കും. അത് അവരുടെ സ്വഭാവ രൂപത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും.